മേഘ, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതലും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് എന്തുകൊണ്ട് UDF വിജയിച്ചു. പല വാദങ്ങളുണ്ട്. LDFന്റെ ഭരണം മോശമായതുകൊണ്ട്, പിണറായി വിരുദ്ധത കൊണ്ട്, UDF പണിയെടുത്തിട്ടില്ല എന്ന് പറയുന്ന പല ആളുകളുണ്ട്. ഇടത് പ്രൊഫൈലുകളാണ് കൂടുതലും പറയുന്നത്. എന്തുകൊണ്ടാണ് UDF വിജയിച്ചത്? ഈ പറയുന്ന പോലെ എല്ലാരും പറയുന്ന പോലെ അവർ പറഞ്ഞ ശരിയാണ്. അവർക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല, വെറുതെ ഇരുന്നങ്ങ് ജയിച്ചു പോയിന്ന് ഒരിക്കലുമല്ല. ഒരു ഈസി വോക്ക് ഓവർ ആയിരുന്നില്ല. കേരളത്തിൽ 102 സീറ്റ് നേടി UDF അധികാരത്തിൽ. അത് നമ്പർ കൊണ്ട് മാത്രം പറയുന്ന കാര്യമല്ല, കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടൽ നടന്നിട്ടുണ്ട്. നമ്മൾ എല്ലാ മണ്ഡലങ്ങളുടെയും കാര്യം എടുത്തു നോക്കാം. ഇപ്പോൾ VD സതീശൻ പറഞ്ഞതുപോലെ 100-ലധികം സീറ്റ് നേടി UDF അധികാരത്തിൽ വരുമെന്ന് പറയുന്നു. ഒന്ന്, ധർമ്മടത്ത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലത്തിൽ ആദ്യ 3 റൗണ്ടുകൾ പിണറായി വിജയൻ പിന്നിലായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. 2, പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല ഭൂരിപക്ഷം പ്രവചിച്ചിരുന്നു. ഇതൊന്നും പ്രവചനങ്ങളായിരുന്നില്ല. ഇപ്പോൾ 3 ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. എല്ലാ മണ്ഡലങ്ങളിലും വർക്കല, ആറ്റിങ്ങൽ, ഇവിടെയെല്ലാം കൃത്യമായിട്ടുള്ള കണക്കുകൾ പറഞ്ഞിരുന്നു. ഇത് വെറും പ്രവചനമോ എന്തെങ്കിലും ഗണിച്ചെടുത്തതോ ഒന്നുമല്ല. കൃത്യമായിട്ട് ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി വർക്ക് ചെയ്താൽ, ഓരോ പഞ്ചായത്തിലും ഓരോ ബൂത്ത് തിരിച്ച് ഓരോ വീടുകളിലും കയറി ഇറങ്ങി വർക്ക് ചെയ്താൽ ഏതൊരാൾക്കും പറയാൻ കഴിയുന്ന ഒരു പ്രവചനമാണ് ഇത്ര ഭൂരിപക്ഷത്തിൽ ഇത്ര വോട്ട് പിടിച്ചാണ് ഇന്ന ആളാണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. അത് ഈ 140 മണ്ഡലങ്ങളിലും കൃത്യമായി നടന്നിട്ടുണ്ട്. അത് ഇടതുപക്ഷത്ത് നിന്നുള്ള പലരും സമ്മതിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തുകൊണ്ട് ഇത് CPM ആയില്ല എന്നുള്ള ചോദ്യം എന്ന് പറഞ്ഞാല്, ഈ പറഞ്ഞ താഴെ തട്ടിലേക്ക് ഗ്രൗണ്ട് ലെവലിലേക്ക് ഇറങ്ങാൻ ഇവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. ഈ 10 വർഷത്തെ അധികാരത്തിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹുങ്കുണ്ടല്ലോ, ഞങ്ങളെ തൊടാൻ ആർക്കും കഴിയില്ല എന്നുള്ള ഹുങ്കിലായിരുന്നു ഈ പാർട്ടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ലെവലിലേക്ക് ഇറങ്ങേണ്ടിയിരുന്ന, തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പാർട്ടി എന്ന് പറയുമ്പോൾ ഉറപ്പായും ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി അവർക്ക് എന്താണ് പറയാനുള്ളത്, അവരെന്താണ് ചിന്തിക്കുന്നത്, അവരെങ്ങോട്ടാണ് തിരിയുന്നത് എന്ന് നോക്കാൻ അവർക്ക് പരാജയപ്പെട്ടു. അവിടുത്തെ ഈ പറയുന്നത് CPMന്റെ പരാജയമാണെങ്കിൽ ഇത് ഏറ്റെടുത്തത് കോൺഗ്രസ് ആയിരുന്നു. കൃത്യമായി വീട് കയറിയുള്ള പ്രചാരണം നടന്നിട്ടുണ്ട്. ഇപ്പോൾ നിയമത്തായിക്കോട്ടെ, എല്ലായിടത്തും. ഇപ്പൊ നിയമത്തെ പരാജയമാണ് UDFന് സംഭവിച്ചതെങ്കിൽ പോലും അതവർക്ക് അറിയാമായിരുന്നു. ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പോലും ഇത്ര വോട്ടാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള കൃത്യമായ ബോധ്യം അവർക്കുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പ്രവർത്തകർ പല 6 ഘട്ടങ്ങളോളം വീടുകൾ കയറി സംസാരിച്ചും, അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാവുന്ന ഒരു രീതി ഉണ്ടല്ലോ അവർ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വി ജോയ്ക്കൊപ്പം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഡേവിഡ് കാൻഡിഡേറ്റ് എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് ഞാനൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രചാരണ വണ്ടിയിൽ ഞാനും വി ജോയും ചേട്ടനും ഞങ്ങൾ സംസാരിച്ചു പോകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കൈയെടുത്ത് കാണിക്കുന്ന ആൾക്കാരെ പറ്റി എന്നോട് പറയുകയാണ്. ഇങ്ങനെ കൈയെടുത്ത് കാണിച്ചിട്ട് ആ ചേച്ചി എനിക്ക് വോട്ട് തരില്ല, അടുത്ത കൈയെടുത്ത് കാണിച്ചിട്ട് ആ ചേച്ചിയുടെ വോട്ട് എനിക്ക് ഉറപ്പാ, അടുത്ത കഴിഞ്ഞിട്ട് ആ ചേട്ടൻ അവിടെ പോയി ഇങ്ങനെ ആലോചിച്ചിട്ട് വോട്ട് ചെയ്യാതിരിക്കുക, ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് CPMലെ എല്ലാവർക്കും കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതവർ ചെയ്യാത്തതാണ് അവർക്ക് പറ്റിയ പരാജയവും. UDF അത് ഏറ്റെടുത്തത് തന്നെയാണ് UDFന് പറ്റിയ വിജയം എന്ന് പറയുന്നത്. ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം TP രാമകൃഷ്ണന്റെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ആരും വിശ്വസിച്ചില്ല VD സതീശനെ. 100+ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോലും വിശ്വസിച്ചില്ല, ഞങ്ങൾ അതിനെപ്പറ്റി പഠനം പോലും ചെയ്യാൻ തയ്യാറായില്ല എന്നതാണ് CPMന്റെ തോൽവിക്ക് കാരണമെന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ട്രെൻഡ് സെറ്റർ ഉണ്ടായിരുന്നു, അത് VD സതീശനായിരുന്നു എന്ന് പറയേണ്ട ഒരു കാര്യമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്ത് പോകാൻ VD സതീശന് കഴിഞ്ഞു. ഒന്ന്, STPയുമായിട്ടുള്ള വിഷയം, അത് വലിയൊരു ട്രെൻഡായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ മതനിരപേക്ഷത ജനങ്ങൾക്ക് STP പോലുള്ള വർഗീയ സംഘടനകളുടെ പിന്തുണ CPMന് കിട്ടുന്നു പറയുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ വലിയ വിഷയം ഉണ്ടാവും. അതേപോലെ തന്നെ ആരോഗ്യമന്ത്രിയെ തോൽപ്പിച്ചതാണ് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആരോഗ്യമന്ത്രി കണ്ണൂർ വെച്ച് കാണിച്ച ഷോ അത് വലിയ രീതിയിൽ CPM മൊത്തത്തിൽ പ്രതിസന്ധി വന്നിട്ടുണ്ട്. കണ്ണൂർ ജില്ലയെ പിടിച്ചുലച്ച ഒരു വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ആറന്മുളയിലും സംഭവിച്ചത്. അതിന്റെ ഒരു ഇമ്പാക്ട് തന്നെയായിരുന്നു ആറന്മുളയിലും സംഭവിച്ചത്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ആരോഗ്യമന്ത്രിയുടെ ഗൺമാൻ കൊടുത്ത മൊഴി എന്ന് പറയുന്നത് എന്തോ ആയുധം കൊണ്ടാണ് അടിക്കാൻ വന്നത് എന്നാണ്. ഇപ്പോ ഇന്ന് വാർത്തകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ PK ശശിയാണ് ഈ ഗൺമാനെ വിളിച്ചു പറയുന്നത് ഇത്തരത്തിൽ മൊഴി കൊടുക്കണമെന്ന്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു, ആരോഗ്യമന്ത്രി മൊഴി കൊടുത്തിട്ടുണ്ട്, തിരിച്ചാണ് കൊടുത്തതെന്ന്. അങ്ങനെ ഒരു മൊഴിയും കൊടുത്തിട്ടില്ല എന്നും ഇന്ന് വാർത്തയിൽ വരുന്നുണ്ട്. അപ്പൊ ഈ വോട്ടെടുപ്പിന് 2 ദിവസം മുൻപായിരുന്നു ആരും എന്നെ ഉപദ്രവിച്ചിരുന്നില്ല എന്നവർ പറയേണ്ടി വന്നത്. അത് കോടതി ഇൻസിസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് പറയേണ്ടി വന്നത്. അതും ഒരു വലിയൊരു ഫാക്ടർ ആയിരുന്നു ഈ പറഞ്ഞ
തെരഞ്ഞെടുപ്പിൽ ഇത് കേരളത്തിൽ മുഴുവൻ ചർച്ചയായി. അതായത് ആരോഗ്യമന്ത്രിയുടെ ഈ വിഷയം ചർച്ചയായ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സോട്ടാണ്. ആ സമയം വരെ നെഗറ്റീവായിട്ട് മുഖ്യമന്ത്രിയുടെ ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് UDF കഴിഞ്ഞു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതായത് അന്ന് രക്ഷാപ്രവർത്തനം എന്ന പേരിൽ ഇവിടുത്തെ ചെറുപ്പക്കാരെ, സമരം ചെയ്ത യുവാക്കളെ അടിച്ചമർത്തുന്ന ഒരു സാഹചര്യം അത് ജനങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു. ഇന്ന് നമ്മൾ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ AD ആന്റണി എന്ന് പറയുന്ന അന്ന് അടികൊണ്ട ചെറുപ്പക്കാരൻ ഇന്ന് ആലപ്പുഴയിലെ MLA ആണ് AD തോമസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അപ്പോ അതൊക്കെ കേരള രാഷ്ട്രീയത്തിന്റെ ചില നന്മകളാണ്, അല്ലെങ്കിൽ ചില രാഷ്ട്രീയ സൂചനകളാണ്. കേരളത്തിലെ നിലപാട് എന്താണ് എന്നുള്ളതിന്റെ സൂചനകളാണ്. ബേസിക്കലി ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും അതിനെ അഡ്രസ് ചെയ്യാതെ കടന്നുപോയൊരു സർക്കാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ പാർട്ടിയും അതുപോലെ തന്നെയായിരുന്നു. ഈ പറഞ്ഞ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും തെറ്റുപറ്റുമ്പോൾ തിരുത്താൻ ഒരു വിമുഖത ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ജനം ഇത് മറക്കും, അടുത്തൊരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനെതിരെ പറയാനൊരു സംഭവം ഉണ്ടാകുമ്പോൾ ജനം ഇത് മറക്കുമെന്നുള്ള മിഥ്യാധാരണയിലാണ് ഈ പരാജയത്തിന്റെ ബേസ് എന്ന് പറയുന്നത്. ഇതൊന്നും ആരും മറന്നിട്ടില്ലായിരുന്നു. ഓരോ ചെറിയ ചെറിയ സംഭവങ്ങൾ, ഇപ്പൊ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിക്കോട്ടെ, ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയമായിക്കോട്ടെ, ഏതൊരു വിഷയമാണെങ്കിലും ഇത് ജനത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ ഒരു ബേസിൽ നിന്ന് തുടങ്ങിയാണ് വർക്ക് തുടങ്ങുന്നത്. UDF വർക്ക്. പഞ്ചായത്ത് ഇലക്ഷൻ ഒട്ടും ആരും പ്രതീക്ഷിക്കാതെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്നു. ഒരിക്കലും എനിക്കൊന്ന് കോൺഗ്രസ് പ്രവർത്തകർ പോലും വിശ്വസിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന്. പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് 3-4 മാസങ്ങൾക്ക് മുൻപ് കൃത്യമായ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടന്നു. കൃത്യമായി സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. ഒരു കൺസിഡറേഷനും ഇല്ല. പുതുമുഖങ്ങൾക്കും സ്ത്രീകൾക്കും യോഗ്യതയുള്ളവർക്കും മാത്രം സ്ഥാനാർത്ഥിത്വം എന്നുള്ളൊരു ടാഗ് ലൈനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നതുകൊണ്ട് പഞ്ചായത്ത് ഇലക്ഷൻ സുഖമായി കയറിപ്പോന്നു. അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോഴും നമ്മളടക്കം സ്ഥാനാർത്ഥി പട്ടിക എടുത്തു വെച്ചത് എന്തോ ഈ കാണിച്ചു വെച്ചേക്കുന്നത് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിലെല്ലാം കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. അതാണ് കാണാതെ പോയത്. എല്ലാവരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരുന്ന ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് കൃത്യമായി UDF നടന്നിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ പിണറായി വിരുദ്ധത ഒരു കാറ്റലിസ്റ്റ് ആയി എന്നല്ലാതെ അതായിരുന്നില്ല UDF വിജയത്തിന് കാരണം എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടി എനിക്ക് അഡ്രസ് ചെയ്യേണ്ടത്, ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന വേളയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് വികസനം മാത്രമല്ല ജനങ്ങൾ നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവരുടെ കൊടികളിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമുണ്ടല്ലോ, സ്വാതന്ത്ര്യം ജനാധിപത്യം എന്ന് പറയുന്ന ആ സ്വാതന്ത്ര്യം 10 വർഷം, ആദ്യത്തെ 5 കൊല്ലക്കാലത്തിന് ശേഷം വീണ്ടും 10 വർഷത്തേക്ക് ഭരിക്കുമ്പോൾ അവരുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ, അവരുടെ ബ്രാഞ്ച് സെക്രട്ടറിമാർ, ഇവർക്കൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ധാർഷ്ട്യമുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണമെങ്കിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ തിണ്ണ നിറങ്ങിയാൽ മാത്രമേ നിനക്കത് കിട്ടൂ എന്നുള്ള വെല്ലുവിളി അത് അണികളോട് വരെ തുടങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സ്വാതന്ത്ര്യം ജനങ്ങൾ വെച്ചു കൊടുപ്പിക്കില്ല. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പല സ്ഥലങ്ങളും, ഇപ്പൊ എന്റെ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ CPM കരുത്തരായിട്ടുള്ള വീട് കയറി പ്രചരണം നടത്തുന്ന നേതാക്കന്മാരുണ്ട്. അല്ലാതെ ഏരിയ കമ്മിറ്റി ഇരുന്നിട്ട് നിങ്ങൾ പോയി അത് ഇത് ചെയ്യുന്ന പറഞ്ഞ ഏരിയ കമ്മിറ്റി പ്രശ്നമാരല്ല. ഈ CPM നേതാക്കന്മാരെല്ലാം കോൺഗ്രസിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് വീട്ടിൽ ചെന്ന് വോട്ട് ചോദിച്ച് ജനങ്ങളോട് സംവദിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ UDF വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ LDF ദോഷം ചെയ്തിട്ടുണ്ട്. ഇപ്പോ ക്രെഡിബിലിറ്റി ഉള്ള നേതാക്കന്മാർ G സുധാകരനെ പോലെ, അല്ലെങ്കിൽ TK ഗോവിന്ദനെ പോലെ, കുഞ്ഞികൃഷ്ണനെ പോലെ, ക്രെഡിബിലിറ്റി ഉള്ള ആയിഷ പോറ്റിയെ പോലെ ക്രെഡിബിലിറ്റി ഉള്ള നേതാക്കന്മാർ പോകുന്നത് വലിയൊരു അടിയായിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ രാഹുൽ പറഞ്ഞല്ലോ വികസനമല്ല സ്വാതന്ത്ര്യവും ആവശ്യമുണ്ടെന്ന്. പക്ഷെ വികസനം എന്നുള്ളൊരു ടോപ്പിക് എടുത്താൽ നമ്മൾ വേണമെങ്കിൽ ഒരു 2 മണിക്കൂർ സംസാരിക്കേണ്ടി വരും. തൃത്താലയിൽ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പോകുമ്പോൾ 1-2 ഫ്ലെക്സുകൾ കാണുകയാണ്. 1821 എത്രയോ കോടിയുടെ വികസനം തൃത്താലയിൽ കൊണ്ടുവന്നു എന്ന്. 1000 കോടി എന്ന് പറയുന്നത് ഒരു ചെറിയ എമൗണ്ട് അല്ല. 800 കോടി പോട്ടെ, 1000 കോടിയുടെ വികസനം വന്ന ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ അവിടെ വിസിബിൾ ആയ എവിഡന്റ് ആയ ഒരു വികസനം ഉണ്ടാകും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അങ്ങനെ പറയാൻ ഈ പറഞ്ഞ 10,000 കോടിയോ അത്രയും കോടിയുടെ വികസനം വന്നിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. സ്വാഭാവികമായ വികസനമാണ് സംഭവിച്ചിട്ടുള്ളത്. ചില ഡിപ്പാർട്ട്മെന്റുകൾ ഈ പറഞ്ഞ വിദ്യാഭ്യാസ വകുപ്പ് എടുത്തു നോക്കുകയാണെങ്കിൽ വികസനമല്ല മെച്ചപ്പെടൽ ഉണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങളിൽ കൺസിഡറേഷനുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പലതും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ മണ്ഡലം കേന്ദ്രീകരിച്ച ഇവർ ഈ പറഞ്ഞ വികസനം മാത്രം മുന്നോട്ട് വെച്ചുള്ള പ്രചാരണം നടത്തിയപ്പോൾ ഈ പറഞ്ഞ 1000 കോടിയുടെ വികസനമൊന്നും ഒരു മണ്ഡലത്തിൽ നടന്നിട്ടില്ല. ഇത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് ാകുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഈ ഇലക്ഷനിൽ വലിയ രീതിയിലുള്ള പരാജയത്തിലേക്ക് അവർ എത്താനുള്ള വലിയ കാരണമായത്. എന്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് CPM കൊടുക്കുന്ന വലിയ പാഠങ്ങളാണ്.
ജനങ്ങൾ ആരും പൊട്ടന്മാർ തിരികെ എയറിൽ നിന്ന് താഴെ ഭൂമിയിലേക്ക് വന്ന് കാര്യങ്ങൾ പഠിച്ച് ശരിക്കും CPM-ഉം ഇടതുപക്ഷവും എല്ലാം ഈ നാടിന് ആവശ്യമാണ്. ഒരു ഓപ്പോസിഷൻ ഇല്ലാതെ ഒരു പാർട്ടി മുന്നോട്ട് പോകണ്ട. അണികളൊന്നും അടിമകളല്ല എന്നൊരു തിരിച്ചറിവ് പാർട്ടിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ, അണികൾക്കും അഭിപ്രായങ്ങളുണ്ട് എന്നൊരു തിരിച്ചറിവ് പാർട്ടിക്കുണ്ടായാൽ തീരാവുന്ന വിഷയം മാത്രമേ ഇപ്പോൾ CPM-നുള്ളൂ. അതെ, ഇപ്പൊ UDF അധികാരത്തിൽ വന്നു, നല്ല കാര്യം. 5 വർഷം UDF-ന്റെ അധികാരം, ഈ പറഞ്ഞ സർക്കാർ രൂപീകരിച്ച അധികാരത്തിൽ വരുന്നതും അവരുടെ പ്രവർത്തനങ്ങൾ മോശമാണെങ്കിൽ ഉറപ്പായും ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരണമെന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായൊരു നല്ലൊരു പ്രതിപക്ഷമായി അവരുടെ സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തി അവർ മുന്നോട്ട് വരിക തന്നെ ചെയ്യണം.